ഇങ്ങനെ നിങ്ങൾ അടുക്കളത്തെ റെസിപ്പി അല്ലല്ലോ അല്ലേ? കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഒരാഴ്ചയുള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് ഇതാ ഞാൻ രാത്രിക്കത്തെ ചപ്പാത്തി എനിക്ക് വേണ്ടിയിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതാ ഒരു പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ ബോട്ടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ നല്ല തേങ്ങ പത്തിരിയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പത്തിരിയാണ്. പക്ഷേ ചപ്പാത്തി കണ്ടാൽ പിന്നെ ഞാൻ അതിലേക്ക് പോവുള്ളൂ. എന്നാലും മിസ്സാക്കിയിട്ടില്ല, ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല ഇതാക്കിയിട്ടുള്ള നമ്മുടെ ബോട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രത്തോളം പഴകും തോറും മീൻസ് അത് ഡ്രൈ ആകും തോറും ടേസ്റ്റ് കൂടുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫിനായിട്ടിലൊക്കെ ഇഷ്ടം ബോട്ടി തന്നെ കേട്ടോ. അതുണ്ടെങ്കിൽ പിന്നെ ആ ബീഫിനായിട്ടിലും ഞാൻ ആദ്യം കഴിക്കിയ ഒരു സംഭവം കേട്ടോ. പിന്നെ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ഇതൊക്കെയാണ് കേട്ടോ സ്പെഷ്യലി. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതല്ല, എനിക്ക് ഇന്നലെ ചെറിയ തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് ഒരു പോണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഹസുട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലത്തെ നടക്കുന്നത്. അപ്പോൾ അവന് ചായക്കഥ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആൾക്കിപ്പോൾ കയ്യിൻ്റെതൊക്കെ ഏകദേശം സുഖമായിട്ടുണ്ട്. പക്ഷേ എന്നാലും അവന് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഇതാ കെട്ടിയിട്ടാണ് നമ്മളോട് വിടാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ, കാരണം തലേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമാണ് അയക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏകദേശം അവന് സുഖമായതുകൊണ്ട് നമ്മൾ അത് കഴിച്ചിട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്ക് ഒരു നിർബന്ധം, അത് കെട്ടിയിട്ട് വേണം പോകാനെന്ന്. അപ്പോൾ എന്തായാലും അവന് ചായയൊക്കെ കൊടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ. പിന്നെ അവൻ്റെ കുഞ്ഞ് ആഗ്രഹമല്ലേ, അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ബസ്സിൽ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നല്ല നാളെയാണ് അയക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ ഞാൻ ആക്കാം, വരുമ്പോൾ ഇക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ ഉച്ചയ്ക്ക് വരെ കൊണ്ടുവരും കേട്ടോ ഇക്ക. അപ്പോൾ ഇന്ന് വൈകുന്നേരം നേരെ നിർത്തേണ്ട പറഞ്ഞു. അപ്പോൾ ഇക്കാനോട് ഇതാ ഇവിടെ മരുന്ന് മരുന്നൊക്കെ പുരട്ടി ഇതാ ആ ഒരു കെട്ട് അതേമാതിരി കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതാ ആൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് ജസ്റ്റ് തേച്ച് സ്കൂളിൽ വിടാമെന്നായിരുന്നു വിചാരിച്ചത്. കാരണം സ്കൂളിൽ കെട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആൾക്കൊരു നിർബന്ധമായതുകൊണ്ട് ഇക്കതാ അതുപോലത്തെ മെറ്റീരിയൽ ആ ഒരു തന്നെ വെച്ചിട്ട് ഇതാ താൽക്കാലികം ഒന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടോട്ടെ എന്നൊക്കെ അവൻ്റെ ഒരു ചെറിയ കുഞ്ഞൊരാഗ്രഹമല്ലേ, അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഇക്കത് അങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വെറൈറ്റി എന്തെങ്കിലും കണ്ടൻറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം നമ്മുടെ കുഞ്ഞു ഫാമിലി ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ ഒരുപാട് ഡൗട്ട് ഉള്ളതാണ്, ഇത് ശരിക്കും ആരുമ്മയാണ്, ഇത് ഇക്കാടെ ഉമ്മയാണ്, ഇക്കാടെ ഉമ്മ പറഞ്ഞാൽ എൻ്റെ ഉമ്മ തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതാ ഹസുട്ടിനെയും കൊണ്ട് ഞാനിതാ സ്കൂളിലേക്ക് പോവാണ്ട്. രാവിലെ തന്നെ ഇതാ ഒരു 8:45 ഞാൻ 8:45 അവൻ്റെ ബസ് വല്ല. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോകും, ബസ് ഞാൻ ആക്കി കൊടുക്കല്ലേ എന്ന് വെച്ചിട്ട് 9:10 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. പക്ഷെ അപ്പോൾ അവരെ ബസ് ഒക്കെ എത്തിയിട്ടേ ഉള്ളൂ, കാരണം എല്ലായിടത്തും കറങ്ങിയിട്ടാണല്ലോ ബസ് അവിടെ എത്തുക. അപ്പോൾ എന്തായാലും അവനെ കൊണ്ടുപോകാൻ വരും കേട്ടോ. മറ്റുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചതേ പോലെ ആയിട്ടുള്ളൂ. ഏതാണ് ക്ലാസ്? വരുന്നട്ടോ. വരുന്നട്ടോ. ഇങ്ങനെ നിങ്ങൾ അടുക്കളത്തെ റെസിപ്പി അല്ലല്ലോ അല്ലേ, കൂട്ടാനല്ലല്ലോ. അസു മോമോസ് വേണ്ടേ? അമ്മ നല്ല തട്ടിട്ടുണ്ടല്ലോ.
അപ്പോൾ അസൂനും ഉമ്മാക്കും നൈറ്റ് റൈഡിങ്ങിന് ഇറങ്ങണം, എന്തെങ്കിലും വെറൈറ്റി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കില്ല, ഞങ്ങളിതാ ഒരു നൈറ്റ് റൈഡിങ്ങിനൊക്കെ ഇറങ്ങി. ഹസൂന് ഇതാ ക്രാബ് നഗറ്റ്സും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോമോസാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്കും മോമോസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഷെസ്വാനാണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നൈറ്റ് റൈഡിങ്ങിനൊക്കെ ആയിട്ട് ചില്ലാക്കി വൈബാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയി. ഞങ്ങൾ മൂന്നാളും കൂടിയ ഫ്രീ ആയിട്ടിരിക്കും എങ്ങോട്ടെങ്കിലും സർക്കിയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻ ആക്കല കേട്ടോ. അത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് അസുട്ടി വീട്ടിലിങ്ങനെ നിന്നപ്പോൾ ഓനൊരു ബോറടിയൊക്കെ മാറ്റാനും ഒക്കെയാണ് നമ്മളിത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനും അങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. അതൊക്കെ രസമല്ലേ ലൈഫിൽ. ക്രാബ് നമ്മ രസമുണ്ടോ? അസുവിന് ഇഷ്ടപ്പെട്ട ക്രാബ് ഞാൻ തട്ടിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന ഡയലോഗിന് അങ്ങനെ കാച്ചി പറയാം കേട്ടോ. പിന്നെ ഞാൻ നൈറ്റിലിതാ നമ്മുടെ കാക്ക ഫ്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, റോബസ്റ്റ് പഴമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എൻ്റെ നൈറ്റിലെ ഫുഡ് ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെറൈറ്റി കിടിലം കിടക്കാച്ചി വീഡിയോ വരുന്നത് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഫാമിലി വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ. ബൈ ബൈ.